എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരു ഫ്ലവറിങ് പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. റോസാ ചെടികളാണ്. റോസാ ചെടികൾക്ക് ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാമെന്നുള്ളതൊക്കെ നോക്കാം. റോസാ ചെടിയിൽ കുറച്ച് വലിയ പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ നിറയെ പൂമുട്ടുകളും പൂവൊക്കെ ആയിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് റോസാ ചെടിയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾ നിറയെ ഒരൊറ്റ ശാഖയിൽ തന്നെ നിറയെ പൂക്കളും പൂമുട്ടുകളായിട്ട് വിരിഞ്ഞ് നിൽക്കും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കൂടിയാണിത്. ഇതിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ നമുക്ക് ജൈവവളവും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചട്ടികളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ചെടിയാണ്. നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ റോസാ ചെടികൾ നട്ടു കൊടുക്കേണ്ടത്. റോസാ ചെടികൾ നമ്മൾ വളർത്തുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ബ്രൂൺ ചെയ്യുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പൂക്കളൊക്കെ വിരിഞ്ഞ് കൊഴിഞ്ഞ് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ റോസാ ചെടിക്ക് ഈ സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളപ്രയോഗം പറഞ്ഞാൽ, നമുക്ക് അധികം മഴ നിൽക്കുന്ന സമയത്ത് വളങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മഴ ഒന്ന് പോയി 1-2 ദിവസം വെയിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെടികൾക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ജൈവവളമാണിത്. നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റും കുറച്ച് ചാണകവും പച്ചച്ചാണകവും നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചകളായി. ഇനി ഈ വെള്ളം നമ്മൾ നേർപ്പിച്ച് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വളപ്രയോഗമാണിത്. അപ്പം വെള്ളം നല്ല രീതിയിൽ നേർപ്പിച്ച് കുറേശ്ശെ നമ്മൾ ഈ രീതിയിലേക്ക് ആക്കി മാറ്റും. എന്നിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഓരോ ചെടികൾക്കും ഇതിൽ 1/2 കപ്പ് വീതം ഒഴിച്ചു കൊടുക്കും. നമ്മൾ റോസാ ചെടികൾക്കും മറ്റ് ചെടികൾക്കൊക്കെ ഇത് പറ്റും. ഏത് ചെടിയായാലും നമുക്ക് ഈ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ മാസത്തിലൊരിക്കൽ ഇതേപോലെ വളപ്രയോഗം ചെയ്യാറുണ്ട്. മറ്റ് വളങ്ങളൊന്നും നമ്മൾ ഇതിൽ ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ചെടികൾക്കൊന്നും. അപ്പോൾ എല്ലാ ചെടികൾക്കും കുറേശ്ശെ നമ്മൾ ഇതേപോലെ റോസാ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ബോഗൻവില്ല, നമ്മൾ റോസാ ചെടിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മുളക് തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ ചെടികൾക്കൊക്കെ ഈ ഒരു വളപ്രയോഗം മതിയാവും. രാസവളങ്ങൾ ആവശ്യമൊന്നുമില്ല. പിന്നെ എഗ്ഗ് ഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് റോസാ ചെടികൾക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് റോസാ ചെടികളൊക്കെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോട്ടൊക്കെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് റോസാ ചെടി നമ്മുടെ വീട്ടിൽ ഡെയിലി നമുക്ക് പൂക്കൾ തരും. പല വെറൈറ്റികളായിട്ടുള്ള റോസാ ചെടികൾ, നമുക്ക് നല്ല പൂക്കളൊക്കെ വിരിയുന്ന ചെടികളുണ്ട്. അതൊക്കെ വാങ്ങി വെച്ച് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.